ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. മണിക്കൂറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ. തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഞങ്ങൾക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഊർജം നിങ്ങളുടെ കമന്റ്സും ലൈക്കും പിന്നെ ഹൈപ്പ് എല്ലാവർക്കും എപ്പോഴും കൊടുക്കാൻ പറ്റില്ലല്ലേ. ആഴ്ചയിൽ 3 ഉള്ളൂ. നമ്മള് ഊർജ്ജമൊക്കെ തരുന്നതല്ല. ഇനി ആരും പ്രശ്നമൊന്നും പറയല്ല. എനിക്ക് ഇനി വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറാൻ പറ്റൂല. ഇവനെ കൊണ്ടത് അല്ല, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കട്ടെ. നീ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. എനിക്കും വേണ്ട ഒരു സന്തോഷമൊക്കെ. അല്ല ശരിയാ. അതല്ല, ഞാൻ തിരിച്ചറിഞ്ഞിട്ടല്ലേ ഇനിഷ്യൽ മെസ്സേജ് ഇടാൻ പറഞ്ഞ. ഓക്കെ, എന്താണെങ്കിലും ഗെയിമിലേക്ക് വരാം. നമ്മള് ഇന്നലെ പറയാൻ വേണ്ടി വെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ അനുമോളെ കുറിച്ച്. അനുമോള് ഇതിനകത്തേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോ നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു. ഒന്ന്, എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും കരയും. അതിനൊരു സംശയമല്ല. അതിനുള്ള തെളിവും കൂടിയായിരുന്നു. ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു കയറി പോകുമ്പോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കരയും ചോദിച്ചു. അപ്പൊ ഞാൻ വളരെ പെട്ടെന്ന് കരയെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുള്ള തെളിവ് കരയും ചെയ്തു. ദിവസം തന്നെ രാവിലെ കരഞ്ഞു. അതായത് ഷാനവാസ് ഒന്ന് പ്രാങ്ക് പോലെ ഒരു സംഭവം ചെയ്തപ്പോ അതില് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് തെളിവായിരുന്നു. പക്ഷെ അപ്പൊ നമ്മൾ കരുതി തീർച്ചയായും അനുമോൾ ഇനി അങ്ങോട്ട് ഇതിനേക്കാളും ഭീകരമായ അവസ്ഥയിൽ കരഞ്ഞ് മെഴുകി മുന്നോട്ട് പോകുന്നുള്ളത്. പക്ഷെ ഇപ്പൊ കാണുന്ന അനുമോള് നേരത്തെ കണ്ട അനുമോളല്ല. നമ്മൾ ഇത്രയും നാളും കണ്ടറിഞ്ഞ അനുമോളല്ല. ഇപ്പൊ അനുമോള് വളരെ പവർഫുൾ ആണ്. നല്ല ബോൾഡായിട്ട് സംസാരിക്കുന്നു. അതെ, ഒരു കരച്ചിലോ അങ്ങനത്തെ ഒരു ഫീൽ പോലും മുഖത്ത് വരുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. അനുമോളെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റ് പറയാം ആദ്യം. കരയുന്നതും കാര്യങ്ങളൊക്കെ പോട്ടെ, അതാണ്ട് മനുഷ്യന്മാരുടെ ക്യാരക്ടർ അനുസരിച്ചാണ് ഓരോരുത്തർ പെരുമാറുക. അതായത് ഈ ആര്യൻ, അപ്പാനി, ശരത്ത് ഇവരൊക്കെ നമ്മുടെ ജിസേലിന്റെ പാന്റി പൊക്കി കാണിച്ചില്ലേ. അപ്പൊ ഇത് ശരിക്കും അറിയായിരുന്നു ആരാണ് എടുത്തത് എന്നുള്ളത്. അനുമോൾക്ക് അറിയായിരുന്നു. ഈ അനുമോളോട് പല തവണ അനീഷ് ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ചെയ്തതെന്ന്. അപ്പോ ഇവരെ സംരക്ഷിക്കുന്ന രീതിയിൽ അവരുടെ പേര് പറയാതെ ജിസേലിനോട് ഇത് നേരിട്ട് എന്ന് പറയാൻ പറഞ്ഞു അനീഷ്. അപ്പോ ആള് പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ പറയില്ല, തെറ്റിദ്ധരിച്ചോട്ടെ എന്നായിരുന്നു. അപ്പൊ അവിടെ നിന്നുള്ള ഹേറ്റ് തനിക്ക് പ്രശ്നമല്ലാന്നും ഇവരെ സംരക്ഷിക്കുമായിരുന്നു. അപ്പൊ ശരിക്ക് നമ്മൾ ചെയ്ത, ഞാൻ അതില് കുറ്റക്കാരിയല്ല എന്ന് ആരെ മുമ്പിലാണ് തെളിയിക്കേണ്ടത്? ജിസേലിന്റെ മുമ്പിലായിരുന്നു സത്യം. പക്ഷെ അത് ആള് ചെയ്തില്ല. പിന്നെ മാത്രമല്ല, അതിനുശേഷം അപ്പാനി ശരത്തും ആരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഞങ്ങളുടെ പേര് പറയാതിരുന്നത്, പറഞ്ഞുകൂടായിരുന്നു, എന്താ അതിന് എന്ന് ചോദിക്കും. അതോടെ തീർന്നതല്ലോ. അപ്പൊ അങ്ങനെ നെഗറ്റീവ് ആൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, അനുമോൾ അറിയാതെ പോലും അനുമോളെ കുറിച്ച് ഇഷ്ടം പോലെ കാര്യങ്ങള് ഇന്നലെ ആര്യനും പിന്നെ അപ്പാനി ശരത്തൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആള് കേട്ടിട്ടില്ലല്ലോ. പക്ഷെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ അനുമോളുടെ ക്യാരക്ടർ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് അവർക്ക് വേദന തോന്നണ്ട, അവരും ഞാനും നമ്മളൊരു കാര്യത്തിൽ ഇടപെട്ട് ആ ആൾക്കാരെ വിട്ടുകൊടുക്കാതിരിക്കുന്ന ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. നമ്മളിപ്പോ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു, അവിടെ നടന്നത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ തീരുമാനിച്ചൊരു കാര്യം, നമ്മൾ ഇറങ്ങി തിരിച്ച, നമ്മൾ കൂടെ നിന്ന ഒരു കാര്യത്തിന് മറ്റുള്ളവരെ വിക്ടിമായിട്ട് ഇട്ട് കൊടുക്കുന്നത് തെറ്റാണല്ലോ. അത് നല്ല മനസ്സുള്ള ആളായതുകൊണ്ടാണ് അത് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോ അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അത് തെറ്റായിരുന്നു ബിഗ് ബോസിന്റെ രീതിയിൽ. നമ്മുടെ ജീവിതത്തിലെ ബിഹേവിയർ അല്ലാതെ ബിഗ് ബോസിന്റെ കളി വെച്ച് നോക്കുമ്പോൾ അത് തെറ്റായിരുന്നു. അവിടെ കാണിച്ചു കൊടുക്കണമായിരുന്നു ആര്യനെയും വേണ്ടത്. പിന്നീട് എനിക്ക് തോന്നുന്നു അത് അനുമോൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അതെ, അനുമോള് ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്ത്, അതായത് ഈ ആര്യനും ശരത്തും ഇരുന്നിട്ട് അനുമോളെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വളരെ മോശമായ രീതിയിൽ. അതായത് ഈ പരദൂഷണം എന്ന് പറയാം, ആ സാധനത്തിന്റെ പീക്ക് ലെവലായിരുന്നു. അത് മണിക്കൂറുകളോളം ഇരുന്നിട്ട്. അപ്പോ അതൊന്നും അനുമോള് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ അനുമോള് അപ്പാനി ശരത്തിനെതിരെ ഇന്നലെ പ്രതികരിച്ചു. അതും ഗ്രൂപ്പാണ് നിങ്ങൾ കളിക്കുന്നതെന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ. ഒരു മൈൻഡ് ഗെയിം ഒരിക്കലും അനുമോളുടെ ഭാഗത്തുനിന്നേ ഇല്ല. നമ്മളെപ്പോഴും അനുമോൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസിന്റെ പുറത്ത് തന്നെ പോകും കുറച്ചു നാള്. ആ ഒരു നിഷ്കളങ്കതന്റെ പേരിലുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് കരുതിയിരുന്നത്. പക്ഷെ ആള് വളരെ സ്ട്രോങ് ആണെന്നുള്ളതാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇന്ന് നടന്ന ഇൻസിഡന്റ്, അതായത് അക്ബർ ഖാനും രേണുസുതി, അതായത് അക്ബർ ഖാന് മാപ്പ് പറഞ്ഞു, ആ മാപ്പ് അക്സെപ്റ്റ് ചെയ്തില്ല ആര്? രേണുസുതി. ആ സമയത്ത് രേണുസുതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അനുമോള്. ഇത് എന്ത് കിഡിലനായിട്ടാണ് പറഞ്ഞതെന്നറിയോ? അതായത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് പുറത്തുള്ള സമയത്ത് രേണുസുതിക്ക് ചേച്ചിക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലൊരു കമന്റാണ് ഈ വന്നത്. അതെങ്ങനെയാണോ മാനേജ് ചെയ്തത്? അങ്ങനെ മാനേജ് ചെയ്യാൻ കണ്ടാ മതി. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ
രേണുസുതിയോട് ഇത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, രണ്ടാമത്തെ കാര്യം ഇതിലാണ് ഏറ്റവും വലുത്. അതായത് ഇത്രയും മോശമായൊരു കമന്റ്, ഈ ഇപ്പൊ രേണുസുതിയെ നമ്മൾ ഇതിനു മുൻപ്, അതായത് ബിഗ് ബോസിനകത്തല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കാണുന്നുണ്ടാവാം. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഒഴിവാക്കിയാലും സോഷ്യൽ മീഡിയ തുറന്നാൽ വരുന്ന ഒന്നാണ് അത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന. ചിലത് വെറുപ്പിക്കും, ചിലത് നമുക്ക് നമ്മൾ മെയിൻ ചെയ്യാതെ വിട്ടെങ്കിലും ചിലതൊക്കെ നമ്മൾ വെറുപ്പിക്കും. അപ്പോ എല്ലാവരും ഈ കാണുന്ന എല്ലാവരും പോയിട്ട് ഇതിന് നെഗറ്റീവ് കമന്റ് ഒന്നും ഇടുന്നില്ല. ഒരിക്കലുമില്ല. നെഗറ്റീവ് കമന്റ് ഇടുന്നത് അസഹിഷ്ണുതയുള്ള കുറച്ച്, അതായത് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, അവരെ അങ്ങോട്ട് തീരെ ദഹിക്കാൻ പറ്റാതെ വരുമ്പോ അത് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മോശം ബിഹേവിയർ ഉള്ള ആൾക്കാരാണ് ഈ കമന്റ് ഇടുക. തീർച്ചയായിട്ടും. ഈ കക്കൂസിലൊക്കെ ചിലരുടെ നമ്പറൊക്കെ എഴുതി വെക്കുന്നത് അതുപോലത്തെ ക്യാരക്ടറാണ് ഈ കമന്റ് വളരെ മോശമായി ഇടുന്ന ആൾക്കാരുടെ സ്വഭാവം. അപ്പോ അങ്ങനെയുള്ള ഒരു കമന്റ് ഇട്ട ആളാണ് അക്ബർ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ അനുമോള്. സത്യമായിട്ടും അത് എത്ര ബ്രില്യന്റ് ആയിട്ട് അത് പറഞ്ഞു കൊടുത്തതാണ്. അക്ബറിന്റെ നിലവാരം എവിടെ താത്തി വെച്ചു നോക്കണം. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രേണുവിന്റെ ആ ഒരു ഇതുണ്ട്. പക്ഷെ രേണു മിണ്ടാതിരുന്നു കേട്ടോ, അനുമോൾക്ക് ബഹുമാനം കൊടുത്തു, പറയാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അതായത് അനുമോൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മിണ്ടാതിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആള്. ശരിക്ക് അത് തന്നെ വലിയൊരു കാര്യം. അത് മനസ്സിലായി എന്നുള്ളത് അവിടെ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ഈ അനുമോൾ പറയുന്ന രീതി, അതായത് നമ്മളൊക്കെ പലരും ഒരുപാട് വീഡിയോസ് ഇപ്പോൾ അക്ബർ ഖാനെതിരെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അതിനേക്കാളും ഭീകരമായ വേർഷനാണ് ശരിക്കും അനുമോൾ തുറന്നു കാണിച്ചത്. അതും ഈ ഒരു ചെറിയൊരു സാധനത്തിലൂടെ അത് എവിടെ എത്തിയെന്നറിയാം. അക്ബർ ഖാന്റെ നിലവാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. അതാണ്, അത്രേ ഉള്ളൂ. അത്രയാക്കി അങ്ങനത്തെ ഒരാളാക്കി മാറ്റിക്കളഞ്ഞു. ഈ മോശം കമന്റ് ഇടുന്ന കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അതെ, നല്ല രീതിയിലുള്ള അല്ലാതെ ഒരുപാട് നല്ല കമന്റുകൾ ഇടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഉപദേശിക്കുന്ന കമന്റ് ഒക്കെ വരും, എല്ലാം വരും. പല തരത്തിലുള്ള കമന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും മോശപ്പെട്ട ഈ സഹിക്കാൻ പറ്റാത്തവരിടുന്ന കമന്റ് ഇല്ലേ, അങ്ങനത്തെ കമന്റാണത്. എന്തായാലും അത് അങ്ങനെ തന്നെ എക്സ്പോസ് ചെയ്ത് അങ്ങ് കാണിച്ചു കൊടുത്തു. അത് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ ഇന്ന് രാവിലെയും അക്ബറും അനുമോളും തമ്മിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതെ, അത് അനുമോള് കറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അതായത് ഈ അനുമോളുടെ പേരും പറഞ്ഞ് അനിയത്തി പാസമാണ് അവര് കളിക്കുന്നത് എന്ന് പറഞ്ഞ ഷാനവാസും അനുമോളും. അപ്പം അതിനെതിരെ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആരുടെയും കൂടെ ഇത് കളിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ വന്നതെന്ന് പറഞ്ഞിട്ട്. ഇത് കാണുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അനുമോൾ ഒരിക്കലും ഗ്രൂപ്പ് കളിക്കാൻ വന്നതല്ല അവിടെ. ശരിക്കും എനിക്ക് തോന്നുന്നേ അങ്ങനെ ചോദിച്ച സമയത്ത് തിരിച്ച് അങ്ങോട്ട് ചോദിക്കണമായിരുന്നു. ഫസ്റ്റത്തെ 2 ദിവസം ഞാനും നിങ്ങളും എല്ലാം കൂടി ഒരു ഗ്രൂപ്പായിട്ടല്ലേ ഇന്ന് കളിച്ചതെന്ന്. അതെ, ഈ അനുമോൾ എങ്ങനെയെന്നറിയോ, അതായത് സമയങ്ങളിൽ എത്തിയിട്ട് ഗ്രൂപ്പിൽ ചേർന്ന ഒരാളായിരുന്നു. അതെ അതെ അതെ, നമുക്കങ്ങനെ തോന്നിയതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഗ്രൂപ്പ് അല്ല എന്നുള്ളതാണ്. കാരണം ശരത്തിനെതിരെ കൊടുത്തതാണ് ഈ ഭീകരം. അപ്പാനി ശരത്തിനെതിരെ അപ്പാനി ശരത്ത് ആകെ പൊട്ടി. അതായത് അനുമോള് ഒരാളെ പ്രൊവോക്ക് ചെയ്ത് അപ്പാനി ശരത്ത് എന്ത് ചെയ്ത് പക്ക നമ്മുടെ അങ്കമാലി ഡയറീസിലെ, അത് കുറച്ച് പവർഫുൾ ക്യാരക്ടറാണ്, നമ്മുടെ കീലേരി അച്ചുല്ലേ, എന്നോട് മുട്ടാൻ ആടണ്ടടാ എന്ന് ചോദിക്കുന്ന സാധനല്ലേ, ആ ലെവലിലേക്ക് മാറി. ഇവരൊക്കെ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. അതെ, അഗ്രസീവ് എന്ന് പറയുന്നത് മാസാണെന്നാണ് ഈ അപ്പാനി ശരത്തിന്റെ വിചാരം. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് മനസ്സിലാകുന്നില്ല. ലോകമണ്ടത്തരം. എന്നിട്ട് ആള് പറയാണ് ഓരോ പെണ്ണുങ്ങളും ഞാൻ ഓരോ ആഴ്ചയിലും പൊട്ടിക്കുന്നു. അതായത് ആൾ ഉദ്ദേശിക്കുന്നത് മറ്റേ തോട്ടെറിഞ്ഞ് പൊട്ടിക്കുന്നതായിരിക്കും. കാരണം അതാണല്ലോ ശീലം. സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ലല്ലോ, അത് അവിടെ തന്നെ നിൽക്കാണ്. അതിൽ നിന്ന് ഇങ്ങോട്ട് ദൂരം വന്നിട്ടില്ല. അപ്പാനിശരത്തിന്റെ ഒരു കാര്യേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുമോള് കറക്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ട് പറയുന്നത്. ഇത് കേൾക്കുമ്പോ തന്നെ അങ്ങോട്ട് കയ്യിന്ന് പോവാണേ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസില് ആള് ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളില് നമ്മള് ഇതുവരെ കണ്ടിട്ടുള്ള അനുമോളുണ്ടല്ലോ, അതല്ലാതെ ആള് ഭയങ്കരമായിട്ട് ആൾക്ക് തന്നെ ഭയങ്കര ബോൾഡ് ആവാനും ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആവാനും പറ്റും. എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ദിവസവും ഓരോ സ്റ്റാറാണ്. അതെ, ബിഗ് ബോസിൽ വരുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളെ ആയിരിക്കില്ല അന്നത്തെ ദിവസം താരമായി മാറുന്നത്. അത് തന്നെയാണ് ഏറ്റവും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത കൂടി. അത് തന്നെ നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു ഇത് വരുന്നുണ്ട്. ഇപ്പൊ ജിസേലിനെ ഇപ്പൊ കാണാനേ ഇല്ല. അതായത് ചില സമയങ്ങളിലൊക്കെ കാണുന്നുണ്ടെങ്കിലും അതൊന്നും വലിയൊരു കണ്ടന്റായി മാറുന്നില്ല. അതാണ്. അപ്പൊ ഓരോ ദിവസങ്ങളിലും ഓരോരുത്തരാ. എന്താണെങ്കിലും പോവാം. ലൈവില് അനീഷ് പോയിട്ടുണ്ട് ഒരു വഴിക്ക്. ചിലപ്പോ അടുത്ത വേളം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും. എന്തെങ്കിലും കണ്ടന്റ് വരാൻ. അല്ലാതെ തന്നെ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവരെല്ലാരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം
നമ്മുടെ ഷാനവാസ് പറഞ്ഞു ഇവിടുത്തെ ഷോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ എല്ലാരും കൂടി വരാൻ പോകുന്നത് അനീഷിന്റെ വീട്ടിലാന്ന് പറഞ്ഞു. അനീഷ് ഒരൊറ്റ ആളും എന്റെ വീട്ടിൽ വരണ്ട, എന്റെ വീട്ടിൽ വരണ്ട. ഞാന് 2-3 പ്രാവശ്യം അത് പറഞ്ഞു, എന്റെ വീട്ടിൽ വരണ്ട, എന്റെ വീട്ടിൽ വരണ്ട അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ എല്ലാരെയും ഒരു കയ്യകലത്തിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ഇതിന് ശേഷം നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും എന്റെ വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞു. അപ്പം മറ്റേ മന്മഥൻ പൂറ്റി അവിടെ നിന്ന് പറയുന്നുണ്ട്, മറ്റേ നമ്മുടെ മുൻഷി രഞ്ജിത്ത് ട്ടോ, നമ്മളിട്ടേക്കണ പേരാണ് അപ്പൊ പറയാൻ എളുപ്പത്തിന്. അപ്പം മൂപ്പര് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇപ്പം അനീഷിന്റെ വീട്ടിൽ പോസ്റ്റ് പോകാൻ പോലും ചെല്ലാറില്ല, എല്ലാം ഒരു കയ്യകലത്തിൽ അവിടെ വെച്ചേക്കാണ്. ഭയങ്കര രസത്തിൽ അവരെല്ലാരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും അനീഷിന്റെ ക്യാരക്ടർ, അനീഷിന്റേത് ഈ ഒറ്റപ്പെടലും സ്ട്രാറ്റജി ഒന്നല്ല, ആളുടെ സ്വഭാവമാണ്. നമ്മളെപ്പോഴും വിചാരിച്ചു ഇത് ആളുടെ ഗെയിമാണ്, പക്ഷെ അല്ലല്ലോ. അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് മാറും. ഇത് വന്ന് കേറിയ എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെ ആളിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ കൂട്ടത്തിൽ കൂടുന്ന പറ്റിയ ഒരാളല്ല. അത് ജിസൽ എന്നിട്ട് ഈ സംഭവത്തെ കുറിച്ച് അപ്പുറത്ത് മറ്റേ ഒണിയനും ടീമിനോടും പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ജിസില് പറയണ സാധനം ഇതാണ്, അതായത് നിങ്ങളൊന്നും ശരിയല്ലാത്ത ആൾക്കാരാണ്, നിങ്ങൾ എന്റെ നാട്ടിൽ വന്നിട്ടുണ്ട്, എന്റെ നാട് മോശമായി പോകുമെന്ന് പറഞ്ഞു. അനീഷ് എന്തൊരു മനുഷ്യനാണ് ആലോചിച്ച് നോക്കിയത്. അങ്ങനത്തെ മൈൻഡുള്ള ആളാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത് ഇയാളുടെ ഗെയിമൊന്നും അല്ല, ഇത് ഇയാൾ ഇങ്ങനെയാണ്. ഇതെന്നറിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മള് എല്ലാം മൊത്തത്തിലുള്ള നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അതായത് ഗെയിമാണെന്ന് കരുതി വെച്ചിരിക്കുന്നത് വെറുതെ കേട്ടോ. അതൊക്കെ ഗെയിം അല്ലാന്നും ഇതിന്റെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സത്യമാണ് ഇയാൾ ഇങ്ങനെയാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും പോയി നോക്കട്ടെ, പെട്ടെന്ന് വരാം. പിന്നെ വേറെന്താണെന്നറിയോ, ബിഗ് ബോസിനുള്ളിലല്ലേ എല്ലാം, അതുകൊണ്ട് എല്ലാം ഗെയിമായിട്ട് എടുക്കുള്ളൂ.